കൊല്ലം പരവൂർ നെടുങ്ങോലത്ത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ ആത്മഹത്യ ചെയ്യാൻ കാരണം ഭരണാനുകൂലികളായ മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും രാഷ്ട്രീയ സമ്മർദ്ദമെന്ന് അനീഷയുടെ പിതാവ് അമൃത വാർത്തകളോട്. 2 തവണ DDP മകളെ പരസ്യമായി ആക്ഷേപിച്ചതായും കാസർഗോഡേക്ക് സ്ഥലം മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അമ്മ പ്രസന്നകുമാരിയും പറയുന്നു. അനീഷയുടെ മരണത്തിന് കാരണക്കാർ ആയവർക്കെതിരെ നിയമപോരാട്ടത്തിന് ഒരുങ്ങുകയാണ് വീട്ടുകാർ. അങ്ങനെ വലിയ പ്രതീക്ഷയോട് നീങ്ങുമ്പോഴത്തേക്കാണ് ഒരു കോടതിയിൽ ചില വക്കീലന്മാരും ചില ആൾക്കാരും ഒക്കെ സമ്മർദ്ദം ചെലുത്തി, രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി. ഞാൻ പറയുന്ന കണക്ക് എൻ്റെ രാജ്യമാണ്, എൻ്റെ പാർട്ടിയാണ് ഭരിക്കുന്നത്, നീ അതുപോലെ ചെയ്തില്ലെങ്കിൽ നിന്നെ തകർത്ത് കളയും, നിന്നെ ജോലി ചെയ്യാൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി. തങ്ങളുടെ പാർട്ടിക്കാരാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് അവർ പറയും പോലെ ജോലി ചെയ്തില്ലെങ്കിൽ തകർത്ത് കളയുമെന്ന അനീഷയെ അവർ പലതവണ ഭീഷണിപ്പെടുത്തി. ക്രിമിനൽ കേസുകളിൽ തങ്ങൾക്ക് അനുകൂലമായി കോടതിയിൽ പറയണമെന്ന എതിർഭാഗം അഭിഭാഷകരും സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അനീഷയുടെ പിതാവ് സത്യദേവൻ പറയുന്നു. മകൾ ജോലിയിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളായിരുന്നില്ല. ഈ രീതികളോട് പൊരുത്തപ്പെടാനാകാത്ത ചില അഭിഭാഷകർ മകൾ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞു നിർത്തുക പോലും ചെയ്തു. ഒടുവിൽ അഭിഭാഷക യൂണിയൻ ഇടപെട്ട് അവരെ കൊണ്ട് മകളോട് മാപ്പ് പറയിച്ചിരുന്നു. ഈ പകയൊക്കെ അവർക്ക് മകളോടുണ്ടായിരുന്നു. ഒടുവിൽ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പോലും സീനിയർ ഓഫീസർ പരസ്യപ്പെടുത്തി മകളെ ആക്ഷേപിച്ചു. ജോലിഭാരം കൂട്ടാൻ ഒപ്പമുണ്ടായിരുന്ന APP അദ്ദേഹത്തിൻ്റെ ജോലി പോലും അനീഷയെ കൊണ്ട് ചെയ്യിച്ചിരുന്നതായി മകൾ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മ പ്രസന്നകുമാരിയും പറയുന്നു. പലതവണ അനീഷയെ വിളിച്ചു വരുത്തി പരസ്യമായി ആക്ഷേപിച്ചിരുന്ന DDP തൻ്റെ പാർട്ടിക്കാരെ കൊണ്ട് അനീഷയെ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും പ്രസന്നകുമാരി പറഞ്ഞു. എന്നിട്ട് 19-ാം തീയതി വീണ്ടും വിളിപ്പിച്ചിട്ട് നമ്മൾ ഒരുപാട് ഹരാസ് ചെയ്തു. എല്ലാവരെയും മുമ്പ് ആക്ഷേപിച്ച് എൻ്റെ പാർട്ടിക്കാർ ഉണ്ട്, അത് കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റിക്കളയും എന്നൊക്കെ പറയും, ഒരുപാട് ഹരാസ് ചെയ്തെന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും ആണെങ്കിൽ എടുത്ത് ചാടി ചത്തുകളയും, ആ നിലയിൽ സംസാരിച്ചെന്ന് പറയും. അങ്ങനെ ഇവിടെ വന്ന് ഭയങ്കര മനപ്രയാസമായിട്ടാണ് ഇവിടെ വന്നത്. 19 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ തൻ്റെ മരണത്തിന് കാരണക്കാരായവരെ കുറിച്ചടക്കം എല്ലാ കാര്യങ്ങളും വിശദമായി അനീഷ കുറിച്ചിട്ടുണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നത്. അനീഷയുടെ ആത്മഹത്യക്ക് കാരണക്കാരായവർക്കെതിരെ നിയമ നടപടിയുമായി ഏതറ്റം വരെയും പോകുമെന്ന് വീട്ടുകാർ പറയുന്നു. പ്രതിവാളത്തുകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കൊല്ലം.